ഇത് കണ്ടെടുക്കപ്പെട്ടത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പ്രവിശ്യയിലാണ്. ഇത് ഇയോസിൻ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ഈ ഫോസിലിന്റെ ശരീരഘടനയും അസ്ഥിഘടനയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, എങ്ങനെയൊക്കെയാണ് ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന വവ്വാലുകളും ഈ കാലഘട്ടത്തിലെ വവ്വാലുകളും സമാനതകൾ വെച്ചു പുലർത്തുന്നത് എന്നാണ്. അത് മാത്രമല്ല, അവ എങ്ങനെയാണ് മാറ്റമില്ലാതെ തുടർന്നതെന്നും പരിണാമം എന്ന പ്രക്രിയ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുമാണ്. ഞാൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് 2 വ്യത്യസ്ത ഫോസിലുകളാണ്. ഒന്നൊരു നക്ഷത്ര മത്സ്യത്തിന്റെയും ഒന്ന് നാം നേരത്തെ കണ്ടതുപോലെ ഹെറിംഗ് പോലുള്ള ഒരു മത്സ്യത്തിന്റെയും. രണ്ടും ജീവിച്ചിരുന്നത് ഒരേ കാലത്ത്. യോമിങ്ങിലെ ഗ്രീൻ റിവർ ഫോർമേഷനിലാണ് ഈ ഫോസിലുകൾ കണ്ടെടുക്കപ്പെട്ടത്. ഇവയ്ക്ക് 50 ദശലക്ഷം വർഷം പഴക്കമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. ഈ 2 ഫോസിലുകളുടെയും പ്രധാന സവിശേഷത എന്തെന്നാൽ, ഇവ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തരം ജീവികളുമായുള്ള സാമ്യത വിശദമാക്കുന്നു എന്നതാണ്. ഇവയ്ക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സൺഫിഷ്, ഹെറിംഗ് എന്നിവയ്ക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവയുടെ ശിരസ്, കണ്ണുകൾ, ചെകിളകൾ, തൊലി, അസ്ഥിഘടന, വാൽ എന്നിവ എല്ലാം ഇപ്പോഴുള്ളവയുമായി ഏറെ സമാനതകളുള്ളവയാണ്. ഞാനിപ്പോൾ കയ്യിലെടുത്തിരിക്കുന്ന ഫോസിൽ അല്പം പ്രായക്കുറവുള്ള ഭൗമ അടരികളിൽ നിന്നുള്ളതാണ്. ഈ പ്രത്യേക ജീവി പൈപ്പ് ഫിഷ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ജീവിച്ചിരുന്നത് 23 ദശലക്ഷം വർഷം മുമ്പ്. കണ്ടുപിടിക്കപ്പെട്ടത് ഇറ്റലിയിൽ. ഈ ജീവി മൈസിൻ കാലഘട്ടം വരെ നീണ്ടുകിടക്കുന്നു. എന്നിട്ടും ഇതിനുള്ളത് ഇപ്പോഴുള്ള പൈപ്പ് ഫിഷിന്റെ കൃത്യമായ അതേ സവിശേഷതകൾ തന്നെയാണ്. ജീവിവർഗങ്ങൾ ഇന്നത്തെ കാലത്തേക്ക് വന്നത് യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെയാണെന്നാണ് ഈ ഫോസിലുകളും കാണിക്കുന്നത്. ഫോസിലുകൾ സംരക്ഷിക്കപ്പെടുന്ന പര്യാവരണങ്ങളിൽ ഒന്നാണ് പശ. ചെറിയ ഇഴജീവികൾ, പ്രാണികൾ എന്നിവ ചിലപ്പോൾ മരത്തിലെ വിടവുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന പശയിൽ കുടുങ്ങുന്നു. കാലക്രമത്തിൽ കട്ടിയായി ഉണ്ടാകുന്ന സുതാര്യമായ പശയിൽ പറയത്തക്ക മാറ്റങ്ങൾ ഏതുമില്ലാതെ ജീവികൾ പരിരക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ പശയിൽ അകപ്പെട്ടു പോകുന്ന ജീവികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള അന്തരീക്ഷവുമായുള്ള ബന്ധം അറ്റുപോകുന്നതിനാൽ അവയുടെ ശരീരം ദശലക്ഷക്കണക്കായ വർഷങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നു. പശയിലകപ്പെട്ട് ഫോസിലുകളായി മാറിയ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ജീവികളെ അപേക്ഷിച്ച് ഇന്നത്തെ അവയുടെ പ്രതിരൂപങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് ഇത്തരം ഫോസിലുകൾ തെളിയിക്കുന്നു.
പശയിലകപ്പെട്ടുപോയ ഇത്തരം ഫോസിലുകൾ ധാരാളം ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങളിൽ സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. ഉദാഹരണത്തിന് ഡോക്ടർ ജോർജ് പൈനാർ, റോബർട്ട് പൈനാർ എന്നീ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രാണിശാസ്ത്രജ്ഞർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുകളിൽ വളരെ സൂക്ഷ്മതലത്തിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദ ആംബർ ഫോറസ്റ്റ് എന്ന അവരുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി അവർ 45 ദശലക്ഷത്തിനും 15 ദശലക്ഷത്തിനും ഇടയിൽ വർഷം പഴക്കമുള്ള ഇത്തരം ഫോസിലുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുകളിലേക്ക് ഭക്ഷണവുമായി പോകുന്ന നിലയിൽ, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിനിടെ പ്രതിരോധഭാവത്തിൽ കുടുങ്ങിപ്പോയ നിലയിൽ, കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിച്ച പ്രതിരോധ രൂപത്തിൽ, അതുമല്ലെങ്കിൽ വേട്ടയാടുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ സ്രവം പുറപ്പെടുവിക്കുന്ന രൂപത്തിൽ തുടങ്ങിയവ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാ ഫോസിലുകളെയും പോലെ പശയിൽ സംരക്ഷിക്കപ്പെട്ട ഫോസിലുകൾ സുപ്രധാനമായ ആ യാഥാർത്ഥ്യം വിശദീകരിക്കുന്നു. ജീവജാലങ്ങൾ ദശലക്ഷക്കണക്ക് വർഷങ്ങളായി മാറ്റമേതുമില്ലാതെ നിലനിൽക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവ ഒരിക്കലും പരിണാമത്തിന് വിധേയമായിട്ടില്ല. പശയിൽ കുടുങ്ങി സംരക്ഷിക്കപ്പെട്ട നിലയിൽ ലഭ്യമായ ആയിരക്കണക്കിന് ഫോസിലുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ചിതലുകൾ ചിതലുകളായും, ഉറുമ്പുകൾ എല്ലാ കാലത്തും ഉറുമ്പുകളായും, തവളകൾ തവളകളായും, പുൽച്ചാടികൾ എക്കാലവും പുൽച്ചാടികളായും, ഈയാംപാറ്റകൾ എല്ലാ കാലത്തും ഈയാംപാറ്റകളായും തന്നെ നിലനിൽക്കുന്നു എന്നാണ്. അതായത് ഇവയിൽ ഒരു ജീവിവർഗവും യാതൊരു തര മാറ്റത്തിനും വിധേയമായിട്ടില്ല.